നമ്മളിന്ന് എടുക്കുന്ന സിനിമയെന്ന് പറയുന്നത് വാഴ എന്ന് പറയുന്ന സിനിമയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ OTTയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമ നമുക്ക് കാണുമ്പോൾ കുറച്ച് സ്കൂളിലെ കുറച്ച് മെമ്മറീസൊക്കെ നമുക്ക് ഓർമ്മ വരും. അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. ഓവറോൾ ഈ സിനിമ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ട് കമൻ്റ് ഇടുക. ഈ സിനിമ ഒരു 2 hours കൂടുതലുള്ള ഒരു സിനിമയാണ്. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അത് ഒരു 1 hour ആക്കിയിട്ടുള്ളതാണ്. മെയിൻ കാണാൻ കൊള്ളാവുന്ന കുറച്ച് പാർട്ടുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ സിനിമയിലൂടെ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. കാര്യം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നല്ല നല്ല സീനുകൾ കണ്ടിട്ടൊക്കെ നമുക്ക് കിടക്കണമെന്നൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞ നമ്മുടെ എതിരാളിയെ കണ്ടുമുട്ടാൻ 4ാം ക്ലാസ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 4Bയിലെ BC വിശ്വം. ഇതിൽ ചെറിയ കുട്ടികളെയാണെങ്കിലും അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള സ്കൂളിലേക്ക് പഠനകാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഫേസൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇവർ സെലക്ട് ചെയ്തേക്കുന്നത്. തന്ന ടീച്ചറിനെ പേടിക്കാതിരിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളത് കഴിച്ചു. ഞാനും കഴിച്ചു. ഞാൻ തന്നാ മതിയാ? ആവശ്യ സമയത്ത് ഉപകരിക്കുന്നവനാണ് ഈ വണ്ണമുള്ള കുട്ടികൾ നല്ല രസമാണ്. അങ്ങനെ നമ്മളുടെ ഇടയിലേക്ക് വന്നവനാണ് മൂസ നല്ല രസമാണ്. വാപ്പ ഷാർജയിൽ നിന്നുണ്ടോ സ്പെഷ്യൽ ചോക്ലേറ്റ്. ബൈ. മൂസ വന്നതോടുകൂടി നമ്മുടെ ലെവൽ അങ്ങ് മാറി. ചെറിയ കേസുകളുമായി ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഞങ്ങൾ സ്ഥിരമായി ഹെഡ് മാസ്റ്റർ റൂമിൽ എത്തിത്തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ അച്ഛന്മാരും 3 അച്ഛന്മാരുടെ സെലക്ഷനും വളരെ നല്ല രസം. വയറിളക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് മുട്ടായി എന്നും പറഞ്ഞ് എൻ്റെ മകന് കൊടുത്തത്. എങ്ങനെയുണ്ട് സാർ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോൾ എന്തായിരിക്കും? എൻ്റെ മകൻ ക്ലാസ്സിൽ 1ാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ. സോറി സാർ, അത് പിള്ളേർ അറിയാതെ. എന്ത് സോറി സാർ? സാറാണ് അവന്മാർക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത്. സാർ, അതെ, ആ ചെറുക്കൻ്റെ വയറ്റിളക്ക് വരെ തീർന്നിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങളൊന്നും അത് ചെയ്തു കൊടുക്കാൻ നോക്ക്. പിന്നെ ഈ 3 കാര്യം അത് എനിക്ക് വിട്ടാരെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സ്കൂൾ കാലത്തൊക്കെ അടി കിട്ടിയിട്ടുള്ളവർക്ക് ഈ ഭാഗം കാണുമ്പം നല്ല ഓർമ്മ വരും. ആ ചൂരലിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ ടൈം ഞങ്ങൾ കൊടുത്തിട്ടേ ഇല്ല. നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ലടാ. ഞങ്ങളെ സ്കൂൾ ടൈമിൽ എന്തെങ്കിലും ഹോംവർക്ക് അങ്ങനെ എന്തെങ്കിലും എഴുതിക്കൊണ്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ അടിച്ചേക്കും. എടാ, നിങ്ങൾ സിപ്പപ്പ് പിടിച്ചിട്ടുണ്ടോ? എന്തോന്ന് സിപ്പപ്പ്? നമുക്കൊന്നും വേണ്ടേ? ഇനി അടി ഞങ്ങളെ സ്കൂൾ ടൈമിലും ഉണ്ടായിരുന്നു കേട്ടോ സിപ്പപ്പ്. ഇവിടെ ആരും ഒന്ന് അടിക്കാനാ? എന്നാലും വേണ്ടടാ. എടാ, വെറും 50 പൈസയേ ഉള്ളൂ. ഡാ, എൻ്റെ ഒറ്റ പൈസയില്ല. എൻ്റെലും. എന്നാ പിന്നെ ഞാൻ തന്നെ ഇന്ന് കൊടുക്കാം. വാ ചേട്ടാ, 3 സിപ്പപ്പ്. 50 പൈസ വേണോ 2 രൂപയുടെ വേണോ? 2 രൂപയുടെ സ്പെഷ്യല്. അത് പാൽ സിപ്പപ്പ്. ഞങ്ങളെ സ്കൂളിന്റെ അടുത്ത് ഇതുപോലെ ഒരു പെട്ടിക്കടയുണ്ട് കേട്ടോ. അവിടെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടതും കാരക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ ഉപ്പിലിട്ടതൊക്കെ കിട്ടും. അതാണ് ബ്യൂട്ടി. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഇതുപോലെ സിപ്പപ്പ് മേടിച്ച് കുടിക്കും കേട്ടോ. അതാ, ഇതെന്താന്നറിയാവോ? എന്ത്? എടാ, ഇത് നല്ല വൃത്തിയുടെ ഇത് വിഷമാണ്. കുടി ഫുള്ള് കുടി. തുപ്പിയിട്ട് കുടിക്കുമ്പോ രസം. നമ്മളിത് കുടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മരിക്കുന്നില്ല. അതാണ് ഇതിന്റെ. ഇന്ന് ഞാൻ കാശ് കൊടുത്തു, നാളെ മുതൽ നിങ്ങൾ കൊടുക്കണം. എടാ, അതിന് ഞങ്ങളുടെയിലോടുന്ന കാശ്. എടാ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ എല്ലാ ആഴ്ച 2 രൂപ വാങ്ങണം.
₹1.50 പോയാ ബാക്കി 50 പൈസ കിട്ടില്ലേ? അതിലെല്ലാ വെള്ളിയാഴ്ച നമുക്ക് സിബപ്പാൻ അതെ, ഞങ്ങളും പണ്ട് അങ്ങനെ ചെയ്ത്. അതിന്റെ ബ്യൂട്ടി. പണ്ട് ഞങ്ങൾ തന്നെ സ്റ്റാമ്പ് പിടിക്കുന്നതെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോകും. ഈ പെട്ടിക്കടയിൽ നിന്ന് ഇതുപോലെ സിപ്പപ്പ് മേടിച്ച് പിടിക്കും. പാലിൽ 8 രൂപയിലാവും. ബാക്കി വരുന്ന 2 രൂപ കൂട്ടി വെച്ച് 5-ാം ദിവസം വെള്ളിയാഴ്ച നമുക്ക് അതെ അതല്ലേ അതെ. ഗ്രാഫ് മേടിക്കാൻ 50 രൂപ തരില്ലേ? ഗ്രാഫിന് അയ്യോ, ഇത് 40 മാത്രം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. 10 രൂപ കൂട്ടി വെച്ചാ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഇതുപോലെ വരച്ചൂടെ? ക്യാൻസർ വരും. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. സൂപ്പറാണ് മൂസ. പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് 3000 രൂപ കിട്ടൂലേ? 2500 അല്ലേ ആവും. ബാക്കി പൈസക്ക് നമുക്ക് കൊടുത്തൂടെ? അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. ഇതുപോലത്തെ ഐസ് മുട്ടായി ഞങ്ങൾ അവിടെ കിട്ടും കേട്ടോ, സ്കൂളിന്റെ മുമ്പിൽ. എടാ ഈ ഐസ് മുട്ടി കണ്ടിട്ടുണ്ടല്ലോ, ഒരു മിച്ചറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഐസ് മുട്ടായി കിട്ടുന്നത്. ഞങ്ങളൊക്കെ മേടിക്കും കേട്ടോ. അവക്ക് എന്നെ കാണുമ്പോ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെന്നെ കാണുമ്പോഴും ഉണ്ടടാ. പെണ്ണെന്നുള്ള വിഷയം നമ്മൾ വിടുന്നതാണ് നല്ലത്. അതാ നമുക്കടി കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ അടിയാവുന്നതിന്റെ മെയിൻ കാര്യം. അത് മാത്രമല്ല, നീ ഒരു കാരണമാണ്. ഇവനല്ലേ മെയിൻ കാരണം. നീ 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 എന്നാ ഒരു കാര്യം കേട്ടോ, ഇനി ഒരു കൂടായി പിന്നെ ഞാൻ കൂടെ കണ്ടു. ഞാൻ നന്നാവും തീരുമാനിച്ചിരിക്കും. ഞാൻ നന്നാ നിങ്ങൾ നന്നാവും. ഈ പറഞ്ഞ ബോർഡ് എക്സാമിന് ഞാൻ പഠിച്ച് പാസ്സാവണം. മൂസ എന്ന് പറഞ്ഞാൽ മൂലം നെയ്യുന്നവനാ. ഇനി ആകെ 2 മാസം കൂടെ ഉള്ളൂ. എങ്ങനെയെങ്കിലും പഠിച്ചു ജയിച്ചാൽ അടുത്ത വർഷം പറഞ്ഞ പെൺപിള്ളേരെ മുന്നിൽ നമുക്ക് ഷൈൻ ചെയ്ത് പൊളിച്ചെടുക്കാം. ചുമ്മാ അല്ല, പെട്ടെന്ന് നന്നാകാനൊക്കെ തീരുമാനിച്ചു. അല്ലടാ, ഇത്തവണ ജയിച്ചേ പറ്റൂ. അതിന് പഠിക്കണ്ടേ? ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാ നമ്മൾ റെഡി. ഇനി മുതൽ നമ്മുടെ ലൈഫിൽ പെണ്ണുമില്ല തല്ലുമില്ല. ഒന്നിനും നമ്മുടെ ശ്രദ്ധ ഇരിക്കാൻ പറ്റൂല. തല്ലല്ലേ വേനിച്ച നൊന്ത് വെക്കി. നമ്മൾ നന്നായില്ലേ? ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. സോറി മോനെ. കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. കുഴപ്പമില്ല. നമ്മുടെ സ്കൂളിലെ പിള്ളേർ ചെളി ഉറപ്പിച്ചു പോന്നോടാ. ഇതാരേ? ചിരിക്കല്ലേ? അവള് ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്കിപ്പോ മനസ്സിലായി. ഇതൊക്കെ അവക്ക് ഇഷ്ടം. എടാ, നീയൊക്കെ ഓരോന്ന് ചെയ്യുന്നതും പോരാഞ്ഞിട്ട് മറ്റു പിള്ളേരും കൂടെ കൂട്ടി അവരെയും കൂടെ വഷളായിക്കോടാ. ഇതാരും നമുക്ക് അറിഞ്ഞു സാറേ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അത് പറയാനൊക്കെ രസം കേട്ടോ. ടെൻഡിയിലെ അബ്ദുൽ കലാം. നല്ല ബെസ്റ്റ് പേര്. ഈ വിവേകാനന്ദ രാജൻ സാറിനെ തല്ലി. ആര്? വിവേകാനന്ദ. ആ പേര് ചേർത്ത് വായിച്ച വലിയ മനുഷ്യനെ അപമാനിക്കരുത്. നീ എന്തിനാണ് രാജൻ സാറിനെ തല്ലിയത്? ഞാൻ തല്ലിയത് സാറേ, ആ രാജ് സാർ ഭ്രാന്ത. അയാൾക്ക് മാത്രമല്ല, ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. ഡെയിലി ഹോംവർക്ക് ഇതുകൊണ്ട് വരാൻ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരില്ല. അതിനെന്നെ എന്നും തരും. ഹോംവർക്ക് ചെയ്യില്ല പിന്നെ നിന്നെ തല്ലുമല്ല തലോടണോടാ. ഇന്നു മുതൽ നന്നാവണമെന്ന് വിചാരിച്ച് ഹോംവർക്ക് എഴുതിക്കൊണ്ട് വന്നതാ. അപ്പൊ ഇതവിടുന്ന് കട്ട് ചെയ്തെന്ന് ചോദിച്ചിട്ടാ തല്ലിയ. ആഹാ, അപ്പൊ നിന്നെ തല്ലിയാ നീ തിരിച്ചല്ലോ. എന്നാ നീ എന്നെയും തല്ലടാ. അല്ല സാറേ, തല്ലിയാലും കുഴപ്പമില്ല. എന്നെ കള്ളാന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ പിടിച്ച് തള്ളിയത്. ഇതാ സാറേ, ഞങ്ങള് നന്നാവാൻ നോക്കിയതാ. പക്ഷെ സാറ് നമ്മളെ വിശ്വസിക്കുന്നില്ലല്ലോ. അവൻ നല്ല രസം. ചുമ്മാതല്ല, ഒരിക്കൽ ചീത്തയായ പിള്ളേരാരും പിന്നീട് നന്നാവത്ത്. അത്ര പ്രോത്സാഹനമല്ലേ കൊടുക്കുന്നു. എത്ര അളിയ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയല്ലേ? നീ ആയിട്ട് ഒരു കമ്പനി ഇല്ല. വളിയം വന്നേക്കുന്നു. ആയില്ലേ? അന്ന് നമ്മൾ ഫ്രണ്ട്സ് ആയില്ലെങ്കിലും പണ്ട് ഇതുപോലെ ക്ലാസ്സിലൊക്കെ വെളിയിൽ നിൽക്കും, വെച്ച് കണ്ടുമുട്ടാം. എന്തെങ്കിലും കാരണമൊക്കെ പറയാം. ചായക്കടയിലും ബസ്സിലും ജിമ്മിലും ബാറിലും ഒക്കെ കണ്ടുമുട്ടുന്നവർക്ക് ഫ്രണ്ട്സ് ആവാമെങ്കിൽ ഹെഡ് മാസ്റ്റർ റൂമിന് മുന്നിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങൾക്കും ഫ്രണ്ട്സ് ആവാം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. അതെ, ഒരു കാര്യമുണ്ട്. എനിക്കൊരു CD ഇട്ടിട്ടുണ്ട്. പക്ഷെ എവിടെ ഇട്ട് കാണും CD? എൻ്റെ പ്ലെയർ ഉണ്ട്. മൂസ വേണ്ട, ഞങ്ങൾക്ക് ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇല്ലേ? ഉണ്ടോ? ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവുന്നു. ആണുങ്ങളായ കുറച്ച് ധൈര്യം അതാണ്. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്.
ആ നോക്ക്. പിന്നെ ഇതിനകത്ത് മൈസൂർ മൽഗോവ. ഇതിനകത്ത് സൗണ്ട് കേട്ടുവേണം ചിരി വരും. കറണ്ട് വരാൻ സമയം